കാണുന്ന സെനാരിയോസിൽ ഓരോ കേസിലും ഒരു ഡിസിഷൻ എടുക്കാൻ നിങ്ങൾക്ക് എത്ര സമയം എടുക്കാറുണ്ട്? ഇപ്പോൾ നമുക്ക് ഒരുപാട് ചോയ്സസ് ഉണ്ടല്ലേ. ഇത്രയും ചോയ്സസ് കാണുമ്പോൾ നമ്മൾ സത്യത്തിൽ കരുതുന്നത് നമുക്കൊരു ചോയ്സ് സാക്രിഫൈസ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല എന്നും ഇതിലൂടെ നമുക്ക് ഏറ്റവും ബെസ്റ്റ് കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണെന്നുമാണ്. പക്ഷേ ആക്ച്വലി ഇതിലൂടെ ഒരു ഡിസിഷൻ എടുക്കുക എന്നത് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്നതും അതേപോലെ തന്നെ ഒരുപാട് സമയം എടുക്കുന്നതുമായിട്ടുള്ള ഒരു ടാസ്ക് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ പണ്ടൊക്കെ ഒരു ലൈഫ് പാർട്ട്ണറെ തിരഞ്ഞെടുക്കുക എന്നത് വളരെ ചെറിയൊരു സർക്കിളിൽ നിന്നും ഒരാളെ തിരഞ്ഞെടുക്കുക എന്തായിരുന്നു. എന്നാൽ ഇപ്പം നമുക്ക് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. ഒരു വിരൽത്തുമ്പിൽ നമുക്ക് ആരെ വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റും. ഇതിലൂടെ നമ്മൾ ആരോട് മിണ്ടി തുടങ്ങിയാലും ഇതിൽ നല്ലത് നമ്മൾ ഡിസർവ് ചെയ്യുന്നുണ്ടോ, ഇതാണോ എൻ്റെ പ്രിൻസ്, ഇതാണോ എൻ്റെ പ്രിൻസസ് എന്ന തോട്ട്സ് നമ്മളിങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അതിലൂടെ ഒരു ഡിസിഷനിലെത്താൻ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടും. ചുരുക്കി പറഞ്ഞാൽ ഒരുപാട് ചോയ്സസ് ഉണ്ടെങ്കിൽ ബെസ്റ്റ് കിട്ടും എന്ന് കരുതിയ നമ്മൾ ബെസ്റ്റ് തേടി അലഞ്ഞുകൊണ്ടേയിരിക്കും എന്നതാണ് സത്യം. ഈ ഒരു വിരോധാഭാസത്തിനാണ് പാരഡോക്സ് ഓഫ് ചോയ്സസ് എന്ന് പറയുന്നത്. ഇതേ പാരഡോക്സ് നമ്മളൊരു കരിയർ ചൂസ് ചെയ്യാൻ നോക്കുമ്പോഴും, എന്തെങ്കിലും ഒരു സാധനം മേടിക്കാൻ നോക്കുമ്പോഴും, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് നോക്കുമ്പോഴോ, അല്ലെങ്കിൽ എന്തിനു പറയുന്നു ഒരു ഹോസ്പിറ്റലിൽ തപ്പി പോകുമ്പോൾ പോലും ഉണ്ടാവാറുണ്ട് എന്നതാണ് സത്യം.